സാർ, ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ കോൺഗ്രസും അതുപോലെ തന്നെ NCP സുപ്രിയ സുലെയുടെ അവരും തമ്മിലൊരു 6000 കോടിയുടെ ബിറ്റ് കോയിൻ ഇടപാടിൻ്റെ ഒരു കാര്യം കേട്ടിരുന്നു. പിന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തല്ലോ. എന്തെങ്കിലും ബന്ധം അപ്രത്യക്ഷമായിട്ടില്ല. ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ അത് CBI കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തു. ഈ NCPയും ശരത് പവാർ, പിന്നെ കോൺഗ്രസിന്റെ അതായത് സുപ്രിയ സുലെ, പിന്നെ അവിടുത്തെ PCC പ്രസിഡന്റ് കോൺഗ്രസിന്റെ നാനാ പട്ടോളെ, ഇവര് രണ്ടുപേരുടെ നേതൃത്വത്തിൽ ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാക്കാൻ വേണ്ടി 6000 കോടി രൂപ ഈ ബിറ്റ് കോയിൻ തട്ടിപ്പ് വഴി ഇറക്കി എന്ന് പറഞ്ഞതാണ് കേസ്. അത് CBI ഏറ്റെടുത്ത് അന്വേഷിക്കാൻ തുടങ്ങി അടുത്ത ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ ഡൽഹിയിൽ പത്രസമ്മേളനം വന്നത്. അദാനിയുടെ ഈ ഇതുവരെ ഇവിടെ ഇല്ലാത്തൊരു കോഴക്കേസ് അമേരിക്കയിലുണ്ട് എന്നും പറഞ്ഞിട്ട്, ഇന്ത്യയിൽ നടന്ന സംഭവത്തിന് അമേരിക്കയിൽ കേസ്, അവിടെ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ്. ശ്രദ്ധ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നു അല്ലേ? ഈ 6000 കോടി രൂപയുടെ ബിറ്റ് കോയിൻ കുംഭകോണം പത്രങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? ചാനലുകൾ എന്താ ചർച്ച ചെയ്യാത്തത്? വലിയ കുംഭകോണമല്ലേ? വലിയ കേസല്ലേ അത്? ഒരു തെരഞ്ഞെടുപ്പ് ബലം തന്നെ അനുകൂലമാക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കാശ് കൊടുക്കുന്ന പരിപാടിയാണല്ലോ. അവിടെ തന്നെ ഒരു BJP നേതാവിനെ അതിൻ്റെ ഇടയ്ക്ക് പിടിക്കാനൊക്കെ നോക്കി ഇവര്. 5 കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 9 ലക്ഷം രൂപയോ മറ്റോ വേറെ ആരുടെയോ മുറിയിൽ നിന്നോ മറ്റോ കണ്ടെടുക്കുക ചെയ്ത് അങ്ങനൊരു കേസ്. 6000 കോടി രൂപയുടെ കേസ് വേറെ ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ തട്ടിപ്പൊക്കെ നടത്തിയത്. അപ്പോൾ ഈ 6600 കോടി രൂപ എന്നാണ് കേസിൽ വന്നിരിക്കുന്നത്. പവാറിൻ്റെ മകള് അതിൽ പ്രതിയാകുന്നുണ്ട്, നാനാ പട്ടോളെ പ്രതിയാകുന്നുണ്ട്. ഇപ്പം എടുത്തിരിക്കുന്നത് 2 പേർക്കെതിരെയാണ് കേസ്. ഒരാളെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയും ചെയ്തു. സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ കുറേ തെളിവുകളൊക്കെ വന്നിട്ടുണ്ട്. അമിത് ഭരദ്വാജ്, അജയ് ഭരദ്വാജ് എന്നിവർ 2 പേര് CBI FIR ആ 2 പേർക്കെതിരെ ഉണ്ട്. അമിത് ഭരദ്വാജ്, അജയ് ഭരദ്വാജ്. ഈ കേസിൽ ഉൾപ്പെട്ടവരൊക്കെ പഴയ IPS ഓഫീസർമാരൊക്കെയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് VRS എടുത്തിട്ടേ ഈ രംഗത്ത് ഈ ബിറ്റ് കോയിൻ കമ്പനികളിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളിൽ ബിറ്റ് കോയിൻ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇവര് ജോലിക്ക് ചേർന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പൈസയൊക്കെ കിട്ടുന്നുണ്ടാവും. അമിത് ഭരദ്വാജ്, അജയ് ഭരദ്വാജ് എന്നിവർക്കെതിരെ CBIയുടെ FIR. ഇവരാണ് ഇതിൻ്റെ സൂത്രധാരന്മാർ. ഇതിൽ അമിത് ഭരദ്വാജ് മരിച്ചുപോയി. അജയ് ഭരദ്വാജ് ഇന്ത്യ വിട്ടു കേസ് വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ പിടികിട്ടാ പുള്ളിയാണ് ഇതിലെ സൂത്രധാരൻ. പിന്നെ ഗൗരവ് മേത്ത എന്ന് പറഞ്ഞ ആളെ CBI വിളിച്ചു ചോദ്യം ചെയ്യാൻ. ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അയാൾ ഇതിൽ പ്രതിയാണ്. പക്ഷേ ഗൗരവ് മേത്തയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതേപ്പറ്റി അറിയാം. ഈ മുഴുവൻ കാര്യങ്ങളും നിക്ഷേപകരെ വഞ്ചിച്ചതിന് ആണ് ED ഇവർക്കെതിരെ ഒരു കേസ് എടുത്തിരുന്നു. ED വിവരം കൊടുത്തിട്ടാണ് CBI ഇപ്പോൾ കേസെടുക്കുന്നത്. BJP MP സുധാംശു ത്രിവേദി കഴിഞ്ഞ ദിവസം ഈ സുപ്രിയ സുളെ ഈ മേത്തയ്ക്കൊക്കെ അയച്ചിരുന്ന ഈ നീ ഉടനെ ദുബായി പോകണം, എന്നിട്ട് നമ്മുടെ ഈ ബിറ്റ് കോയിൻ ക്യാഷാക്കി കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ടില്ലേ സുപ്രിയ സുളെ. ഈ ഓഡിയോ ക്ലിപ്സ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തിറക്കിയിരുന്നു പത്രസമ്മേളനത്തിൽ. ഈ ഓഡിയോ ക്ലിപ്സ് ഒക്കെ ഇവിടെ ചാനൽ കാണിച്ചോ? ഇല്ലല്ലോ, കാണിച്ചില്ല. സുപ്രിയ സുളെ, നാനാ പട്ടോളെ. ഈ സുപ്രിയ സുളെയാണ് ഈ നീ കൊണ്ടുപോയി ഈ ഏജന്റിനോട് അവിടെ ദുബായി പോയിട്ട് കാശാക്കി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ദുബായി പോകും. ഈ മേത്ത മുൻ പോലീസ് കമ്മീഷണറുമായിട്ട് മുമ്പ് ഒരു പോലീസ് കമ്മീഷണർ ആയിരുന്ന ഒരാൾ, അയാളുമായിട്ട് ഇവർ ഗൂഢാലോചന നടത്തി മഹാവികാസ് അഘാഡിക്ക് ഫലം അനുകൂലമാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേസ്. ഇനി നമ്മൾ ഈ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ബിറ്റ് കോയിൻ ഓപ്പറേഷൻ എങ്ങനെയാണ് ഈ സുപ്രിയ സുളെ നടത്തിയത് എന്ന് പറയുന്ന സംഗതി. പൂനെയാണല്ലോ ഈ ശരത് പവാർ സുപ്രിയ സുളയുടെ ഒക്കെ കേന്ദ്രം, ആസ്ഥാനം ശരിക്കും പൂനെയാണ്. പൂനെയിലെ പഴയ IPS ഓഫീസർ രവീന്ദ്രനാഥ് പാട്ടീൽ 2018 ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിലെ ഈ
പണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണത്തിനെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ വോട്ടെടുപ്പ് ഉണ്ടല്ലോ കഴിഞ്ഞല്ലോ മഹാരാഷ്ട്രയിൽ, അതിൻ്റെ തലേന്ന് രംഗത്ത് വന്നിരുന്നു. അതായത് രവീന്ദ്രനാഥ് പാട്ടീൽ എന്ന് നമ്മളിനി പറയും. ഈ പാട്ടീൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസി കേസിൽ 14 മാസത്തോളം തടവിലായിരുന്നു. പക്ഷെ അയാൾ കുറ്റവാളിയല്ല. അയാളെ ഈ സുപ്രിയ സുലെയുടെ കൈവശം ഇരിക്കുന്ന ഒരു മുൻ പോലീസ് കമ്മീഷണർ ഉണ്ടല്ലോ, അയാൾ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നാണ് ഇയാൾ പറയുന്നത്. മുൻ IPS ഓഫീസർ രവീന്ദ്രനാഥ് പാട്ടീൽ, അയാൾ കോർപ്പറേറ്റ് രംഗത്ത് ക്രിപ്റ്റോ കറൻസി കൈകാര്യം ചെയ്യുന്ന പണി VRS എടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2018 ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിലെ പണം അത് സുപ്രിയ സുലെയുടെയൊക്കെ ആയിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. മുമ്പ് 2018 ഒരു തട്ടിപ്പിൽ ഈ പാട്ടീലിനെ പ്രതിയാക്കിയിരുന്നു, കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് അയാൾ പറയണം. ശരിക്കും അന്നത്തെ പണം സുപ്രിയ സുലെയുടെ ആയിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അതിന് തെളിവുണ്ടായില്ല. അതിൽ പോലീസുകാരനാണല്ലോ, എല്ലാം റെക്കോർഡ് ചെയ്തൊക്കെ വെക്കുമല്ലോ. അപ്പോൾ ഇനി അന്വേഷണത്തിനെ സഹായിക്കാമെന്ന് പാട്ടീൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അമിതാഭ് ഗുപ്ത ആയിരുന്നു അന്ന് പൂനെയിൽ കമ്മീഷണർ. ഈ അമിതാഭ് ഗുപ്തയാണ് കള്ളക്കട കേസിൽ പട്ടീലിനെ കുടുക്കിയത്. അമിതാഭ് ഗുപ്ത അന്ന് പൂനെയിൽ കമ്മീഷണർ, സ്വന്തം ആള് സുപ്രിയ സുലെയുടെ. പിന്നെ അന്ന് ഭാഗ്യശ്രീ നൗതകെ ആണ് ഡെപ്യൂട്ടി കമ്മീഷണർ. ഈ ഇരുവരും പോലീസിൽ ഈ സൈബർ ക്രൈം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അന്ന്, അമിതാഭ് ഗുപ്തയും ഭാഗ്യശ്രീ നൗതകയും. ഇവർ രണ്ടുപേരും കൂടി കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് പാട്ടീൽ പറയുന്നത് അയാളെ. ഈ അമിതാഭ് ഗുപ്തയും ഭാഗ്യശ്രീ നൗതകയും ഈ സുപ്രിയ സുലെയുടെ തട്ടിപ്പിൽ പങ്കാളികളാണ്. ഈ പോലീസുകാർ രണ്ടുപേരും, പോലീസ് ഓഫീസർമാർ പങ്കാളികളാണ്. അതാണ് പാട്ടീൽ പറയുന്നത്. 2018 ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ഈ പാട്ടീലിനെ, രവീന്ദ്രനാഥ് പാട്ടീലിനെ, അയാൾ ജോലി ചെയ്യുന്ന കമ്പനി, VRS എടുത്ത അയാളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നല്ലോ സാർ, ആ കമ്പനി ഏൽപ്പിച്ചു ഒരു ക്രിപ്റ്റോ കറൻസി കേസ് ഏൽപ്പിക്കാനായിട്ട്, അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചു. ആ കേസിൽ 2022 ഇയാളെ അറസ്റ്റ് ചെയ്തു. ആ കേസിൽ തന്നെ 14 മാസത്തിനുള്ളിൽ വിചാരണയൊക്കെ കഴിഞ്ഞു. അതിൽ കുടുക്കിയതാണെന്നാണ് ഇയാൾ പറയുന്നത്. അയാൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന കേസിൽ തന്നെ അയാൾ പ്രതിയായിട്ട് അറസ്റ്റിലായി. കുടുക്കിയത് ആ പോലീസ് കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറുമാണ്. ഇയാൾ ഒരു കേസിൽ അന്വേഷിക്കുമ്പോൾ ആ പോലീസ് കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും പ്രതിയാകുമായിരുന്ന കേസാണ്. പക്ഷെ ഇയാളെ കുടുക്കി ഇയാളെ തന്നെ പ്രതിയാക്കി എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ സൈബർ എക്സ്പെർട്ട് ഗൗരവ് മേത്ത, ഇപ്പോൾ CBI കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, ഒരു ഗൗരവ് മേത്ത. ഈ ഗൗരവ് മേത്തയാണ് പാട്ടീലിന് വിവരങ്ങളൊക്കെ ഇപ്പോൾ കൊടുത്തത്. ഗൗരവ് മേത്ത സുപ്രിയ സുലെയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. സൈബർ എക്സ്പെർട്ട് ഗൗരവ് മേത്ത എന്നുള്ള ആൾ അന്ന് ഈ പാട്ടീലിനെതിരെ സാക്ഷി പറഞ്ഞ ആളാണ് കോടതിയിൽ. ഇന്ന് പ്ലേറ്റ് മാറ്റുകയാണ്. സാരഥി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ഓഡിറ്റ് കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ഈ ഗൗരവ് മേത്ത അന്ന്. കഴിഞ്ഞ ദിവസം പലതവണ 4-5 മണിക്കൂറായിട്ട് രവീന്ദ്ര പാട്ടീലിനെ അയാൾ വിളിച്ചു, ഫോൺ എടുത്തില്ല. കാരണം ഇവൻ പാട്ടീലിനെതിരെ സാക്ഷി പറഞ്ഞാണല്ലോ, അതെ, നമ്മുടെ ശത്രുവിൻ്റെ ഫോൺ നമ്മൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അയാൾ ഒരു തവണ എടുത്തു, ഈ പലതവണ വിളിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അയാൾ പറഞ്ഞു 2018 അമിത് ഭരദ്വാജ് അറസ്റ്റിലായപ്പോൾ ക്രിപ്റ്റോ കറൻസി ഹാർഡ്വെയർ വാലറ്റ് ഉണ്ടായിരുന്നു. അത് അമിതാഭ് ഗുപ്ത റീപ്ലേസ് ചെയ്താണ് മറ്റൊരു വാലറ്റ് വെച്ചതാണ് എന്ന് പറഞ്ഞു. അതായത് ക്രിപ്റ്റോ കറൻസി അക്കൗണ്ട് ഉണ്ടല്ലോ, അതാണ് വാലറ്റ് എന്ന് പറയുന്നത്. അന്ന് അമിത് ഭരദ്വാജ് എന്ന് പറഞ്ഞ ആൾ ഒരു കേസിൽ അറസ്റ്റിലായി കഴിഞ്ഞപ്പോൾ വേറൊരു വാലറ്റ്, ശരിക്കും അമിത് ഭരദ്വാജ് എന്ന് പറഞ്ഞ ആളുടെ പേരിലാണ് ക്രിപ്റ്റോ കറൻസി അക്കൗണ്ട്. ആ അക്കൗണ്ട് ഈ പഴയ പോലീസ് ഓഫീസറില്ലേ രവീന്ദ്രനാഥ് പാട്ടീലിൻ്റെ പേരിലൊരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ക്രിപ്റ്റോ കറൻസി, എന്നിട്ട് റീപ്ലേസ് ചെയ്യായിരുന്നു. അങ്ങനെ ഇയാളെ കൊടുക്കുകയായിരുന്നു
ഓ, പേര് മാറ്റിയിട്ട് കുടുക്കിയതല്ലേ? പേര് മാറ്റി വേറൊരു അക്കൗണ്ട് എടുത്തു, ക്രിപ്റ്റോ കറൻസി. അതിൽ കൂടി ട്രാൻസാക്ഷനൊക്കെ നടത്തി. അതിൽ കൂടി ട്രാൻസാക്ഷൻ നടത്തിയത് ഈ സുപ്രജ സുളയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ പഴയ പോലീസ് ഓഫീസറുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും ഇത് ചെയ്തതാണെന്നുള്ള വിവരം ഇപ്പോൾ ഗൗരവ് മേത്ത കൊടുത്തു ഈ പാട്ടീലിന്. അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു. അങ്ങനെ അറസ്റ്റിലായി ഈ പാട്ടീൽ. അറസ്റ്റിലായി. അമിതാഭും ശരിക്കും കുറ്റവാളികൾ അമിതാഭ് ഗുപ്തയും സംഘവുമായിരുന്നു അന്ന്. 4 പേരുകൾ ഗൗരവ് മേത്ത പറഞ്ഞു. 4 പേര് ഇതിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലും ബിറ്റ് കോയിൻസ് കൊണ്ടുവരാനായിട്ട്, ബിറ്റ് കോയിൻസ് മാറ്റി പണം കൊണ്ടുവരാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഗൗരവ് മേത്ത പറഞ്ഞു. മേത്തയുടെ വോയിസ് നോട്ട്സ്, അതായത് ഗൗരവ് മേത്തയോടാണ് പറയുന്നത് നീ ദുബായിക്ക് പോയി ബിറ്റ് കോയിൻസ് കാഷാക്കി കൊണ്ടുവന്ന് സുപ്രിയ സുളെ പറയുന്നത്. അത് അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ വോയിസ് ക്ലിപ്സ് ഇപ്പോൾ പാട്ടീലിന് അയാൾ അയച്ചു കൊടുത്തു. അപ്പോൾ സുപ്രിയ സുളയുടെ 3 വോയിസ് ക്ലിപ്സ് ഉണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം BJP നേതാവ് സുധാംശു ത്രിവേദി പുറത്തിറക്കിയെന്നും പറഞ്ഞത്. ഗൗരവിനോട് ബിറ്റ് കോയിൻസ് പണമാക്കി മാറ്റാൻ പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ മൊത്തം കൈകാര്യം ചെയ്തോളാം, നിനക്കെതിരെ കേസൊന്നും ഉണ്ടാവില്ല എന്നും വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട് സുപ്രിയ സുളെ. ഞങ്ങൾ ബിറ്റ് കോയിൻ ഇറക്കുന്നുണ്ടല്ലോ 6600 കോടി. ഞങ്ങളാണല്ലോ ജയിക്കുക, കേസൊന്നും വരില്ല നിനക്കെതിരെ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ തോക്കാൻ പോവാണെന്ന് തോന്നുന്നു. നാളെയല്ലേ അറിയുള്ളൂ. അമിതാഭ് ഗുപ്ത നിർദ്ദേശപ്രകാരം മേത്ത ദുബായിൽ പലവണ പോയി ബിറ്റ് കോയിൻ കാഷാക്കി വന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത്. മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബിറ്റ് കോയിൻ കാഷാക്കിയ പൈസയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഒരുപാട് കള്ളപ്പണം ഉണ്ടാക്കിയതൊക്കെ ബിറ്റ് കോയിനിൽ നിക്ഷേപിച്ചിരിക്കുക. പക്ഷെ അത് വ്യാജ അക്കൗണ്ടുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. സുപ്രിയ സുളെന്നോ നാനാ പട്ടോള എന്നുള്ള പേരിലല്ല, വ്യാജ വാലറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മേത്തയ്ക്ക് വാട്സാപ്പ് കിട്ടിയ വോയിസ് നോട്ട്സൊക്കെ ഇപ്പോൾ പുറത്തായി. ഗുപ്തയും പട്ടോളയുടെയും വോയിസ് നോട്ട്സ് ഉണ്ട്. ഗുപ്ത ഇപ്പോൾ 50 കോടി രൂപ ചോദിക്കുന്നു എന്നും ഈ ഗൗരവ് മേത്ത പറയുന്നുണ്ട്. അപ്പോൾ 4 വാലറ്റ്സ്, ഒരെണ്ണം നാനാ പട്ടോള, പിന്നെ പട്ടോളയുടെ സഹപ്രവർത്തകൻ ഗോഡെ എന്നുള്ള പേരിലും ഉണ്ട് ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ വാലറ്റ് ഉണ്ട്. അതിൽ നിന്നാണ് കുറേ ട്രാൻസാക്ഷൻസ് പോയിരിക്കുന്നത് എന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ ലോക്സഭാ ഇലക്ഷനിലും കോൺഗ്രസ് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു. പാർട്ടിയിൽ ഈ രവീന്ദ്രനാഥ് പാട്ടീൽ 2004 ബാച്ച് IPS ഓഫീസറാണ്. VRS എടുത്ത് ഇപ്പോൾ സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഡീൽ ചെയ്യുന്നു. 2010 മുതൽ സൈബർ എക്സ്പെർട്ടാണ്. സൈബർ ക്രൈമൊക്കെ പോലീസിൽ ഡീൽ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ വിദഗ്ധനാണ് അദ്ദേഹം. കോർപ്പറേറ്റ് സെക്ടറിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിലെ അഭിഭാഷകനുമാണ്. അപ്പോൾ ശരിക്കും ഒരു വിസിൽ ബ്ലോവറെ പോലെയാണ് വന്നിരിക്കുന്നത് രവീന്ദ്രനാഥ് പാട്ടീൽ. മുമ്പ് അയാളെ കുടുക്കിയിട്ടുണ്ട് കള്ളക്കേസ്. ഇതാണ് അയാളുടെ വാദം. ഈ കാര്യങ്ങളൊക്കെയാണ് CBI ഇപ്പം അന്വേഷിക്കുന്നത്. പക്ഷേ നാനാ പട്ടോളയും സുപ്രിയ സുളയുമാണ് ശരിക്കും പ്രതിസ്ഥാനത്ത്. ശനിയാഴ്ച മഹാരാഷ്ട്രയിലെ വിധി വരുന്നതോടുകൂടി ഇതിനകത്ത് ഈ കുരുക്ക് മുറുകുമോ അയ്യോ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കുന്നു അല്ലേ? അതിപ്പോൾ എങ്ങനെയായാലും കുരുക്ക് മുറുകുമല്ലോ. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേസ് CBIയുടെ കയ്യിലല്ലേ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലായിരിക്കുമല്ലോ നിയന്ത്രണം. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നിലംപരിശാവുന്ന ഒരു അവസ്ഥയിൽ പോകുമ്പോഴാണ് അദാനിക്കെതിരെയുള്ള ഒരു കള്ളക്കേസും പറഞ്ഞ് ഈ പപ്പു രംഗത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.